ദൂരത്തും ചാരത്തും വിവിധ ഭവനങ്ങളിലും വീതികളിലുമൊക്കെ നിന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന പ്രബുദ്ധരും നല്ലവരും ഈശ്വരഭക്തരുമായ എല്ലാ ദേശനിവാസികൾക്കും വീണ്ടും വരുന്ന ക്രിസ്തയേശുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കട്ടെ. ലഹരിമരുന്നിന്റെയും മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയൊക്കെ ഉപയോഗം മൂലം ഓരോ ദിവസവും നാം കേൾക്കുന്ന വാർത്തകൾ ഒരുപക്ഷെ കേരളം മുമ്പൊന്നും കേട്ടിട്ടില്ലാത്തവണ്ണം അത്ര ഭയാനകമായ വാർത്തകളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായ സംഭവമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു കുടുംബത്തിലെ സകലരെയും വല്ലാതെ നശിപ്പിച്ചു കളയുന്ന, ഒരു കുടുംബത്തിലെ സകലരെയും ചുറ്റുകൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുന്ന ഒരു നരാധവനായ വ്യക്തിയുടെ വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിന്നു. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണോ? എത്രയെത്ര സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയെ കൊല്ലുവാനോ, അപ്പനെ കൊല്ലുവാനോ, സഹോദരങ്ങളെ കൊല്ലുവാനോ, അതല്ലെങ്കിൽ മനുഷ്യജീവനെ യാതൊരു വിലയും കൽപ്പിക്കാതെ വണ്ണം, ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ വണ്ണം മൃഗീയമായി പെരുമാറുന്ന മനുഷ്യന്റെ എണ്ണം നാട്ടിൽ വർദ്ധിച്ചു വരികയാണ്. ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു പ്രധാന വില്ലനായി നിലനിൽക്കുന്നത് ലഹരിയുമാണ്. ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ മദ്യപാനമൊക്കെ ആയിരുന്നു നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് മാരകമായ LSD സ്റ്റാമ്പും MDMA അടക്കമുള്ള അതിഭീകരമായ മാരകമായ വിഷാംശം കലർന്ന രാസപദാർത്ഥങ്ങൾ അടങ്ങിയ ലഹരി മരുന്നുകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. പട്ടണപ്രദേശങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഇതൊക്കെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ ശരീരത്തെ തകർത്തു കളഞ്ഞ് ഒടുവിൽ അവന്റെ മാനസികാവസ്ഥയും തകർത്തു കളഞ്ഞ് നിരവധി വ്യക്തികളെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഭീകരമായ അനുഭവത്തിലേക്ക് പോവുകയാണ്. അതിലേറെ അനവധി കുടുംബങ്ങളാണ് മദ്യപാനവും ലഹരി മരുന്നുമൊക്കെ ഉപയോഗിച്ചതിന്റെ ഫലമായി കുടുംബങ്ങൾ തകർന്നു പോവുകയാണ്. എത്രയെത്ര കുടുംബങ്ങൾ. ഒരു കേസിനകത്ത് ഒരു വ്യക്തി അകപ്പെട്ടു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, ആ കേസുമായി ബന്ധപ്പെട്ട് ഒരു കുടുംബത്തിലെ വ്യക്തികളെ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ആ കുടുംബത്തിലെ അധ്വാനിച്ച് കുടുംബം നടത്തിക്കൊണ്ടിരുന്ന വ്യക്തികൾ നഷ്ടപ്പെടുന്നു, കുടുംബമല്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോകുന്നു. മറുഭാഗത്ത് പ്രതിയായി മാറുന്ന വ്യക്തിയുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് ആ വ്യക്തി ജയിലറയിലേക്ക് പോകുന്നു. നാളെ ആ കുടുംബത്തെ നയിക്കേണ്ടുന്ന യൗവനക്കാരനായ ഒരു വ്യക്തി ഈ പറയുന്ന പോലെ ജയിലറയിലേക്ക് പോവുകയും ആ കുടുംബം വീണ്ടും പ്രതിസന്ധിയിലായി മാറുകയാണ്. രണ്ട് കുടുംബങ്ങളാണ് ഒരുപോലെ തകർക്കപ്പെടുന്നത്. ഇങ്ങനെ എത്രയെത്ര കുടുംബങ്ങളാണ് നമ്മുടെ നാട്ടിൽ തകർന്ന് വേദനയുടെ ആഴങ്ങളിൽ കഴിയുന്നത്. ഇതിനൊക്കെ പുറത്തു വരണമെന്ന് നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. സർക്കാർ മിഷനുകളായ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിലുള്ള വിമുക്തി മിഷനും നിരവധി NGOകളുടെ പ്രവർത്തനങ്ങൾ, നിരവധിയായ മതസംഘടനകളുടെ പ്രവർത്തനങ്ങളൊക്കെ ദേശത്തുണ്ട്. എല്ലാവരും നല്ല കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ നിന്നൊക്കെ പുറത്തു വരാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഉപദേശങ്ങൾ കൊടുക്കുകയും പലതരത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ആവശ്യമായ ചികിത്സകളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് മനുഷ്യർ പുറത്തു വരാൻ കഴിയുന്നില്ല. പലപ്പോഴും വീണ്ടും വീണ്ടും ആ മാരകമായ ഈ വിപത്തിലേക്ക് മനുഷ്യൻ കൂപ്പുകുത്തി വീഴുകയാണ്. അതുമാത്രമോ, കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നുകളയുന്ന അമ്മമാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാകുന്നു. വിവാഹത്തിന് മുമ്പ് ഗർഭം ധരിക്കുന്ന പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നു. ഇങ്ങനെ നിരവധി വാർത്തകളാണ് നമ്മുടെ നാട്ടിൽ ദിനംതോറും കേട്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ പീഡിപ്പിക്കുന്ന വാർത്തകൾ. ഇതൊക്കെ ഈ നാട്ടിൽ ഓരോ ദിവസത്തെയും TV മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ള വിഷയം, ദേശം മുഴുവൻ തിന്മ കൊണ്ട് നിറയുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും തിന്മ വർദ്ധിച്ചു വരികയാണ്. നന്മ ചെയ്ത് നന്മയ്ക്കകത്ത് ജീവിക്കണമെന്ന് മനുഷ്യന് ആഗ്രഹമുണ്ട്. പക്ഷെ മനുഷ്യന് കഴിയുന്നില്ല. മനുഷ്യൻ എത്ര ശ്രമിച്ചിട്ടും ഈ തിന്മയിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ പാപപ്രവർത്തികളിലേക്കും തിന്മയുടെ ആധിപത്യത്തിലേക്കും മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ധാരാളം മതങ്ങളുണ്ട്, മതസംഘടനകളുണ്ട്, ഗുരുക്കന്മാരുണ്ട്. ഇവരൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് നന്മയാ പഠിപ്പിക്കുന്നത്. ആരും മോശം കാര്യമൊന്നും പഠിപ്പിക്കുന്നില്ല.
പഠിപ്പിക്കുന്നില്ല. എല്ലാവരും നന്മയാ പഠിപ്പിക്കുന്നത്. നന്മ ചെയ്ത് ജീവിക്കണമെന്ന് മനുഷ്യനെ പഠിപ്പിക്കുന്ന, മനുഷ്യനെ ഉദ്ബോധിപ്പിക്കുന്ന, മനുഷ്യനെ നന്മയിലേക്ക് നടത്തുന്ന ഒരുപാട് മാർഗങ്ങൾ നാട്ടിലുണ്ട്. പക്ഷേ ഇവർ ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട് എങ്കിലും ഇതിലൊക്കെയാണ് നമ്മളും ഓരോ മതത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരൊക്കെ തന്നെയാണ്, മതസംഘടനകളുടെ ഭാഗമായി നിൽക്കുന്നവരാണ്. പക്ഷേ നമുക്ക് അങ്ങനെ പല വിധത്തിലുള്ള ഉപദേശങ്ങൾ ലഭ്യമാകുന്നുണ്ട് എങ്കിലും ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല. കാരണം മനുഷ്യന്റെ അകത്ത് വ്യാപരിക്കുന്ന പാപം അവനെ തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്, ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ലോകത്തിലെ സകല പ്രപഞ്ചവും, ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ആ പ്രപഞ്ചത്തിലെ സകല മൃഗജാലങ്ങളും ഇടജാതികളും സകല വിധത്തിലുള്ള പക്ഷിജാലങ്ങളും എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായി ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെയാണ്. ഇരുകാലി മൃഗം മാത്രമല്ല മനുഷ്യൻ, അതിനപ്പുറം ദൈവം അവന്റെ അകത്തൊരു ആത്മാവിനെ പകർന്നു. വിലയേറിയ ഒരു ആത്മാവിനെ മുഴി ലോകം കൊടുത്താലും വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്തതിനപ്പുറം വിലയുള്ള ഒരു ആത്മാവിനെ ദൈവം മനുഷ്യന്റെ അകത്ത് കൊടുത്ത് ദൈവത്തിന്റെ വിശുദ്ധിയിലും ദൈവത്തിന്റെ നന്മയിലും ദൈവത്തിന്റെ സ്നേഹത്തിലുമൊക്കെയാ മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് മനുഷ്യൻ ശ്രേഷ്ഠമായ സൃഷ്ടിയായി മാറിയത്. ആ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തോടുള്ള കൂട്ടായ്മ നിൽക്കാനാ. ദൈവത്തോട് ബന്ധം സ്ഥാപിച്ച് ദൈവത്തോടുള്ള സ്നേഹത്തിലും ദൈവത്തോടുള്ള സൗഹൃദത്തിലും ദൈവത്തോടുള്ള കൂട്ടായ്മയിലും ഒക്കെ ജീവിക്കാനാ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യൻ തന്റെ സ്വന്തം ചിന്തയ്ക്കകത്തും സ്വന്തം ബുദ്ധിക്കകത്തും ഒക്കെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി അവന്റെ ഇഷ്ടം പോലെ അവൻ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ അകത്ത് പ്രവേശിച്ചതാണ് പാപം. ഈ പാപം എന്ന തിന്മ ലോകത്ത് വളരുവാൻ തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെയും ദൈവത്തിൽ നിന്ന് എന്ന് മനുഷ്യൻ അകന്നുപോയോ അന്ന് മുതൽ ഇന്ന് വരെയും ഈ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യന്റെ അകത്ത് പാപം വസിക്കുകയാണ്. ആദിമ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയ കാലഘട്ടം മുതൽ ഇന്നയോളം ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യൻ, കാരണം ഏക മനുഷ്യനിൽ നിന്നാണ് ഈ ഭൂമിയിലെ സകല മാനവകുലവും ഉണ്ടായത് എന്ന് വേദപുസ്തകം പറയുന്നു. അങ്ങനെ ഒരു മനുഷ്യന്റെ മക്കളാണ് ഉലകത്തിലുള്ള സകല മനുഷ്യരും, സകല സഹോദരങ്ങളും. എല്ലാവരും സഹോദരന്മാരാണെന്ന് വേദപുസ്തകം പറയുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനി ആയാലും പാഴ്സി ആയാലും സിഖുകാരനായാലും ഏത് ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ സകല മനുഷ്യരും ഒരപ്പന്റെ മക്കളാണ്, സഹോദരങ്ങളാണ്. ഇത് ഞങ്ങൾ പറയുന്നില്ല, വിശുദ്ധ വേദപുസ്തകം പറയുന്ന സത്യമാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷേ ആദ്യത്തെ മനുഷ്യന്റെ പിതാവായി ആദിമ മനുഷ്യരായ ആദാം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ കാലം മുതൽ ഇവിടെ ജനിക്കുന്ന സകല മനുഷ്യരും പാപത്തോടാ ജനിക്കുന്നത്. അതുകൊണ്ട് ഏത് ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യരും പാപത്തിന്റെ അധീനതയിലാണ്. അവൻ തിന്മയിലാണ് വസിക്കുന്നത്. അവൻ തിന്മ ചെയ്ത് ജീവിക്കുകയാണ്. അവൻ ആഗ്രഹമുണ്ട് നന്മ ചെയ്യണമെന്ന്, മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, മയക്കുമരുന്നുകൾ നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, അതുപോലെ തന്നെ അടി പിടി തുടങ്ങിയ തരത്തിലുള്ള അക്രമവാസനകളിൽ നിന്നൊക്കെ പുറത്തു വരണമെന്ന് അവൻ ആഗ്രഹമുണ്ടെങ്കിലും അവന് പുറത്തു വരാൻ കഴിയാതെ വീണ്ടും അവൻ തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അത് പ്രവൃത്തിയായി പുറത്തു വന്നില്ലെങ്കിലും മനോഭാവങ്ങളിലും തിന്മ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പലരും പറയും, ഞങ്ങളാരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞങ്ങളാരും ക്രിമിനലുകളല്ല. പക്ഷെ നമ്മൾ ക്രിമിനലുകളല്ലായിരിക്കാം. ഭരണഘടനയനുസരിച്ചും ഇവിടത്തെ ന്യായസംഹിത അനുസരിച്ചും നാം ഒരു പ്രവൃത്തി ചെയ്തെങ്കിൽ മാത്രമേ മനുഷ്യൻ ഒരു ക്രിമിനലായി മാറൂ. എന്നാൽ ദൈവത്തിന്റെ തത്വസംഹിതയായ വിശുദ്ധ ബൈബിൾ അനുസരിച്ച് വേദപുസ്തകം പറയുന്നു, തിന്മയെക്കുറിച്ച് ഒരു മനുഷ്യൻ അകത്ത് ചിന്തിക്കുമ്പോൾ തന്നെ അത് പ്രവൃത്തി ചെയ്തതായി കണക്ക് കൂട്ടുകയാണ്. ഒരുവനെതിരെയുള്ള ദ്രോഹവും ഒരുവനെതിരെയുള്ള വിരോധവും പകയും പിണക്കവും അസൂയയും ഇതെല്ലാം പാപത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആർക്കും പറയാൻ കഴിയില്ല ഞാൻ പാപിയല്ല എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, ഞാൻ എന്നിൽ പാപമില്ല എന്ന് പറയുന്നവൻ കള്ളം പറയുന്നു, വ്യാജം പറയുന്നു എന്ന് പറയുന്നത്. തീർച്ചയായും എല്ലാ മനുഷ്യനും പാപത്തിന്റെ അധീനതയിൽ കഴിയുകയാണ്. ഈ പാപത്തിന്റെ അധീനതയിൽ കഴിയുന്ന മനുഷ്യൻ ഒരിക്കലും നന്മ ചെയ്യാൻ കഴിയില്ല. അവന് നന്മ ചെയ്ത് ജീവിക്കാൻ അവൻ എത്ര ശ്രമിച്ചാലും തിന്മകളെ പൂർണ്ണമായും ഒഴിവാക്കി ജീവിക്കാൻ കഴിയാതിരിക്കുമ്പോൾ അവനെ ഈ തിന്മയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ, അവന്റെ അകത്ത് രൂഢമൂലമായി നിൽക്കുന്ന പാപത്തിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ഒരു പദ്ധതി ആവിഷ്കരിച്ചു. അതിനെക്കുറിച്ചാണ് ഞങ്ങൾക്ക് ഇന്ന് ദേശത്തോട് പറയാനുള്ളത്. ദൈവം അങ്ങനെ ആവിഷ്കരിച്ച പദ്ധതിയായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ, ദൈവത്തോടൊപ്പമായിരുന്നവൻ, ആ സമത്വത്തിൽ വസിച്ചവൻ, തേജസ്വരൂപനായി മഹത്വപൂർണനായി വസിച്ചവൻ സ്വർഗം വിട്ട ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു.
ദൈവമായിരുന്നവൻ, ദൈവത്തോടൊപ്പമായിരുന്നവൻ, പൂർണ്ണ ദൈവമായിരുന്നവൻ, ദൈവത്തിന്റെ തേജസ്സിലായിരുന്ന ദൈവമായിരുന്നവൻ മനുഷ്യന്റെ സാദൃശ്യത്തിൽ മനുഷ്യരൂപത്തിൽ ദാസ്യരൂപമെടുത്ത് ഒരു പ്രയോജനവുമില്ലാത്ത തിന്മ മാത്രം ചെയ്ത് ജീവിക്കുന്ന നന്മ വസിക്കാത്ത അവ്യക്തനായ ബലഹീനനായ മനുഷ്യന്റെ രൂപത്തിൽ, അതേ എന്റെ രൂപത്തിൽ ദാസ്യരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് യേശു വരുവാനിടയായി തീർന്നു. അതാണ് യേശു ക്രിസ്തു. ദൈവമായിരുന്നവൻ ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ, ജഡത്തിൽ മനുഷ്യരൂപത്തിൽ വെളിപ്പെട്ടു, അവതരിച്ചു. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് വന്നപ്പോ പക്ഷിമൃഗാദികളായിട്ടല്ല വന്നത്. ദൈവം ഒരിക്കൽ മാത്രമാണ് ഭൂമിയിൽ അവതരിച്ചത്. അത് മനുഷ്യനായിട്ടാണ് അവതരിച്ചത്. കാരണം മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഒരു മനുഷ്യന് മാത്രമേ കഴിയുകയുള്ളൂ. പാപമില്ലാത്ത, പരിശുദ്ധനായ, പാപത്തെക്കുറിച്ച് അറിവില്ലാത്ത, പാപം ചെയ്തിട്ടില്ലാത്ത, ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ പാപം എന്തെന്ന് പോലും അറിയാത്ത പരമപരിശുദ്ധനായ ഒരുവന് മാത്രമേ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ചെയ്യാൻ കഴിയൂ. അതുകൊണ്ടാണ് ദൈവം തന്നെ ഈ ഭൂമിയിൽ, പരിശുദ്ധനായ ദൈവം മനുഷ്യന്റെ രൂപത്തിൽ, മനുഷ്യ സാദൃശ്യത്തിൽ പൂർണ്ണ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. എന്റെയും നിങ്ങളുടെയും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെയും ലോകത്തിൽ നിന്നോളം ജനിച്ചിട്ടുള്ള സകല വ്യക്തികളുടെയും ഇനി ജനിക്കാനുള്ള വ്യക്തികളുടെയും മുഴുവൻ പാപവും യേശു സ്വന്തം ശരീരത്തിൽ വഹിച്ചു. പാപമില്ലാത്ത, പാപം ചെയ്തിട്ടില്ലാത്ത, പാപത്തെക്കുറിച്ച് അറിവില്ലാത്ത യേശു ക്രിസ്തു മാനവകുലത്തിന്റെ മുഴുവൻ പാപവും, എന്റെയും നിങ്ങളുടെയും സകല മനുഷ്യന്റെയും പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ഉലകസ്ഥാപനത്തിനു മുമ്പേ ദൈവം നിർണയിച്ചറക്കപ്പെട്ട കുഞ്ഞാടായി, ലോകസ്ഥാപനത്തിനു മുമ്പേ തീരുമാനിക്കപ്പെട്ടിരുന്ന ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവ കുഞ്ഞാടായി യേശു ക്രിസ്തു കാൽവരിയിൽ മാനവകുലത്തിന്റെ സകല പാപത്തിന്റെയും പരിഹാരത്തിനായി യാഗമായി മാറുവാനിടയായി തീർന്നു. യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശ് മരണം ഒരു യാഗമായിരുന്നു. അതിനെ അകൃത്യയാകുമെന്നും പാപപരിഹാരയാകുമെന്നൊക്കെയാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ യാഗത്താൽ സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരം എന്നേക്കുമായി യേശു നിർവഹിപ്പാനിടയായി. അതുകൊണ്ടാണ് യേശു കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് അതിവേദനയുടെ നടുവിലും വിളിച്ചു പറഞ്ഞത്, സകലതും നിവർത്തിയായി. പാപപരിഹാരത്തിനായി ഇനി മറ്റൊരു മാർഗവും അവശേഷിക്കുന്നില്ല. പാപപരിഹാരത്തിനായി ഇനി മറ്റൊരു കർമ്മങ്ങളോ ആചാരങ്ങളോ തീർത്ഥാടനങ്ങളോ നോമ്പോ ഉത്സവങ്ങളോ പെരുന്നാളുകളോ ഒന്നും അവശേഷിക്കുന്നില്ല. സകലതും യേശു ക്രിസ്തുവിൽ നിവർത്തിയായി. അതുകൊണ്ട് ഒരുവന് പാപമോചനം പ്രാപിക്കാൻ ഒരൊറ്റ മാർഗമാണ് വിശുദ്ധ വേദപുസ്തകം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ മാർഗം ഒന്നേ ഉള്ളൂ, ക്രിസ്തുവിൽ വിശ്വസിക്കുക. ക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശു ക്രിസ്തുവിന്റെ ദൈവപുത്രത്വത്തിലും യേശു ക്രിസ്തു എനിക്ക് പകരക്കാരനായി കാൽവരി ക്രൂശിൽ മരിച്ചു. എന്റെ പാപത്തിന്റെ പരിഹാരമായി, എന്റെ പാപത്തിന്റെ ശിക്ഷയായ മരണം യേശു ഏറ്റെടുത്തു. അങ്ങനെ പാപത്തിൽ തന്നെ സ്വതന്ത്രനാക്കി എന്ന് വിശ്വസിക്കുന്ന സകലർക്ക് സൗജന്യമായി പാപമോചനം ലഭിക്കുകയാ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി പാപമോചനം ലഭിക്കുന്നു. അതുകൊണ്ട് വേദപുസ്തകം ഇങ്ങനെ പറയുന്ന, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇന്ന് പത്രമാധ്യമങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ടിവികളിലും ഒക്കെ ഈ ക്രിമിനൽ സ്വഭാവത്തിന് അടിപ്പെട്ട് പലതരത്തിലുള്ള പാപങ്ങൾ ചെയ്ത്, പലതരത്തിലുള്ള തിന്മ ചെയ്ത് അമ്മയെയും അപ്പനെയും ഒക്കെ വെട്ടിക്കൊല്ലുന്ന തരത്തിലേക്കുള്ള തിന്മ പ്രവൃത്തി ചെയ്യുന്ന മനുഷ്യരെയൊക്കെ നാം സമൂഹം വെറുപ്പോടുകൂടി കാണുമ്പോൾ ആ വ്യക്തിയെയും സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നാണ് ഞങ്ങൾക്ക് വിളിച്ചു പറയാനുള്ളത്. ഏത് ക്രിമിനലിനെയും, ഏത് വിധത്തിലുള്ള പാപം ചെയ്തവനെയും നാട്ടുകാരും വീട്ടുകാരും ഇവിടത്തെ രാഷ്ട്രീയക്കാരും ഇവിടത്തെ ന്യായ സംഹിതകളും ഒന്നും ക്ഷമിക്കാത്ത പാപത്തിന്റെ ആഴങ്ങളിൽ കിടക്കുന്ന മനുഷ്യനോട് പാപം ക്ഷമിച്ച് അവനെ സ്വതന്ത്രനാക്കുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സത്യമാർഗമാണ്. യേശു മാത്രമാണ് സമ്പൂർണമായി മാനവകുലത്തിന്റെ പാപത്തെ ക്ഷമിച്ചു തരുന്നവൻ. കാരണം യേശു ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനായി ഭൂമിയിലേക്ക് വന്നവനാണ്. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യനായി തീർന്ന ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥനായി നിലകൊണ്ട് മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിച്ച ഏക വ്യക്തി അത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാ ഞങ്ങൾ ആവേശത്തോടെ ഇങ്ങനെ പറയുന്നത്, യേശു മാത്രം ലോകരക്ഷകൻ, യേശു മാത്രം മാനവരക്ഷകൻ, യേശുവിലൂടെ മാത്രം രക്ഷ. രക്ഷയ്ക്കായി ഒരേ ഒരു മാർഗമേ ഉള്ളൂ, യേശുവിന്റെ മാർഗം. ആ യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് മനുഷ്യന് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് യേശു വിളിച്ചു പറഞ്ഞത്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, ഞാൻ വഴിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കലെത്തുന്നില്ല.
അതുകൊണ്ട് ഒരു മനുഷ്യൻ ദൈവസന്നിധി ചെല്ലാൻ ഒരേ ഒരു വഴിയുള്ളൂ, യേശു വന്ന വഴി. കാരണം യേശുവാണ് മനുഷ്യനായി തീർന്ന് മനുഷ്യ സാദൃശ്യത്തിൽ ഭൂമുഖത്തേക്ക് വന്ന് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ചെയ്ത് മനുഷ്യനെ ദൈവത്തോടടുപ്പിച്ചത്. ദൈവത്തോട് മനുഷ്യനെ ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു മാർഗം യേശുവിന്റെ മാർഗമാണ്. ആ മാർഗത്തിലൂടെ യേശുവിലേക്ക് നിങ്ങൾ അടുത്തു വന്ന നിങ്ങളുടെ അകത്ത് വലിയ നിത്യ സമാധാനം വെളിപ്പെടും. യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ പാപമോചനം മാത്രമല്ല, നിങ്ങൾക്ക് വീണ്ടെടുപ്പ് ലഭിക്കുകയാണ്. പാപത്തിന്റെ അടിമത്തത്തിൽ നിങ്ങൾ നിങ്ങളെ ആ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് യേശുവിന്റെ വിലയേറിയ രക്തം കൊടുത്ത് നിങ്ങളെ വിലയ്ക്ക് വാങ്ങി നിങ്ങൾക്ക് വീണ്ടെടുപ്പ് അവൻ തന്നിരിക്കുകയാണ്. സൗജന്യമായി നിങ്ങൾക്ക് വീണ്ടെടുപ്പ് ലഭിക്കുന്നു. സൗജന്യമായി നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുകയാണ്. നിത്യരായ ദൈവത്തോടൊപ്പം വസിക്കുവാൻ, ആ കൂട്ടായ്മയിൽ വസിക്കുവാൻ കഴിയുന്നതാണ് നിത്യജീവൻ. ആ നിത്യജീവൻ നിങ്ങളുടെ അകത്തേക്ക് പകരുകയാണ്. യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ നിത്യജീവനാണ്. നമ്മുടെ പാപങ്ങളെ യേശു ഏറ്റെടുത്തിട്ട് പകരം നമ്മുടെ അകത്തേക്ക് ആ നിത്യജീവനെ നൽകുവാനിടയായി തീർന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. വീണ്ടും വേദപുസ്തകം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് പുത്രത്വത്തിലേക്ക്, ദൈവമക്കളുടെ അവകാശത്തിലേക്ക് വരാൻ കഴിയും. നിങ്ങൾക്കും ദൈവത്തിന്റെ മകനായി മാറാൻ കഴിയും, ദൈവത്തിന്റെ മകളായി മാറാൻ കഴിയും. ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്ന ഒരു മതത്തിലേക്കല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയിലേക്കല്ല. അതിനപ്പുറം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവപുത്രത്വത്തിന്റെ അവകാശം ലഭിക്കുകയാണ്. അവകാശത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനവും വീണ്ടെടുപ്പും നിത്യജീവനും നിത്യസമാധാനവും നിത്യമായ സന്തോഷവും നിത്യമായ സ്വർഗവും അവൻ വാഗ്ദത്തം ചെയ്യുന്നു. യേശു മരിച്ചു, യേശുവിനെ കല്ലറയ്ക്കകത്ത് അടക്കി. എന്നാൽ മൂന്നാം ദിവസം കല്ലറകളെ ഭേദിച്ച് യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുകയാ. മരണത്തെ തോൽപ്പിച്ച് എഴുന്നേറ്റ് വന്ന ഏക വ്യക്തി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. അനവധി മതഗുരുക്കന്മാരും നേതാക്കന്മാരും ഒരുപാട് കാര്യങ്ങൾ ലോകത്തെ പഠിപ്പിച്ചുണ്ടെങ്കിലും മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരേ ഒരു വ്യക്തി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാകയാൽ ഇന്ന് പകൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തിനപ്പുറം ഒരു പുനരുദ്ധാരമുണ്ട്. ഞാൻ തന്നെ ജീവനും പുനരുദ്ധാരമാകുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തിനപ്പുറം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ദൈവത്തോടൊപ്പം നീണ്ട നീണ്ട യുഗങ്ങളുള്ള ജീവിതമുണ്ട് എന്ന് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. ഇവിടെ ജീവിച്ചിരിക്കുമ്പോ സകല തിന്മയും ചെയ്ത് പാപവും ചെയ്ത് സകല വിധത്തിലുള്ള തിന്മ പ്രവർത്തികളിലൂടെയും ജീവിച്ചിട്ട് മരിച്ചതിന് ശേഷം ആരെങ്കിലും നടത്തുന്ന കർമാചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ സഞ്ചയനോ ചാത്തോ അടിയന്തര ധൂവപ്രാർത്ഥന കൊണ്ട് ഒരു മനുഷ്യരെയും നിത്യതയിൽ കൊണ്ടെത്തിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യനെ നിത്യതയിലെത്തിക്കുവാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം, യേശുവിൽ വിശ്വസിക്കണം, യേശുവിനെ കർത്താവായി അംഗീകരിക്കണം. അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമാണ് നിത്യത സ്വന്തമാക്കാൻ കഴിയും. അങ്ങനെ ഒരു വ്യക്തി മരിച്ചാൽ യേശുവിനോടൊപ്പം അവന്റെ ആത്മാ വിശ്രമത്തിലേക്ക് പോകും. എന്നാൽ ഇനി ഒരു ദിവസം വരുവന്തേ, കാഹളം ധ്വനിക്കുന്ന ഒരു ദിവസം, മധ്യാകാശത്ത് കാഹളത്തിന്റെ ശബ്ദം ഉയരുമ്പോ സകല കല്ലറകളും തുറക്കും. യേശു മധ്യാകാശത്തിലേക്ക് സ്വർഗം വിട്ട് ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ടെന്ന് വേദപുസ്തകം പറയുന്നു. തേജസ്വരൂപിയായ യേശു കർത്താവ് വീണ്ടും ഭൂമിയിലേക്ക് വരും. എന്തിനാ വരുന്നതെന്നറിയാമോ? പാപം ചെയ്ത് പാപത്തിനകത്തു വീണ ജനത്തെ വിടുവിക്കാനല്ല, മറിച്ച് പാപിയായ മനുഷ്യൻ ക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടെടുക്കപ്പെട്ടവരായി വിശുദ്ധിയെ തികച്ചു നിൽക്കുന്നതിന്റെ ജനത്തെ ചേർക്കുവാൻ യേശു മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരും. യേശു ക്രിസ്തുവിന്റെ ഈ വരവിങ്കൽ എടുക്കപ്പെടുവാൻ യോഗ്യത ആർക്കാണെന്നറിയാമോ? ആ യോഗ്യത ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്ന, സ്നാനപ്പെടുന്ന, ആത്മാവിനെ പ്രാപിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്കാണ് ക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടാൻ യോഗ്യത ലഭിക്കുന്നത്. കർത്താവിന്റെ വരവിങ്കൽ കല്ലറകൾ തുറക്കപ്പെടും. ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ച വൃതന്മാരുടെ കല്ലറകൾ തുറന്ന് അവർ എഴുന്നേറ്റ് വരും. ജീവിച്ചിരിക്കുന്ന നാം ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച് വിശുദ്ധിയോടെ ജീവിക്കുന്ന നാം രൂപാന്തരപ്പെടും. അങ്ങനെ തേജസ്വരൂപിയായ കർത്താവിനെ കാണുവാൻ തേജസ്കരിക്കപ്പെട്ടവരായി നാം മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും. ഇതാണ് ക്രിസ്തീയ പ്രത്യാശ. ആ കർത്താവിന്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ വരവിനായി ഒരുങ്ങുക. കാലം അവന്റെ അവസാന യവനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി അധികം സമയമില്ല, അധികം സമയമില്ല. അതിനു മുമ്പ് കർത്താവ് വരാൻ പോകുന്നു. കർത്താവ് വരാൻ പോകുന്നു. കർത്താവിന്റെ വരവിന് മുമ്പ് നിങ്ങളെ സമർപ്പിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിന് വേണ്ടി വേർപെട്ട് ജീവിക്കുവാൻ നിങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.